ചോദ്യം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം ചോദ്യം തന്നെ തോന്നുന്നു. ഓക്കെ, അതൊരു പ്രീവിയസ് ചോദ്യം ആയതുകൊണ്ടാണ് ഇത് പലയിടത്തായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്ത്യയിൽ കറൻസി പിൻവലിക്കൽ നടന്നില്ലാത്ത വർഷം ഏതാ? ഓക്കെ, 1954. അതായത് നമുക്ക് 1946 കറൻസി പിൻവലിക്കൽ നടന്നിട്ടുണ്ട് കേട്ടാ. ഈ 1946 എത്ര രൂപയൊക്കെയാണ് പിൻവലിച്ചതെന്ന് അറിയോ? 46 500 രൂപ പിൻവലിച്ചു, 1000 രൂപ പിൻവലിച്ചു, അതുപോലെ തന്നെ 500, 1000, 10,000 കേട്ടോ. അപ്പം 46 500 രൂപയും 1000 രൂപയും 10,000 രൂപയും എന്ത് ചെയ്തു? പിൻവലിച്ചു കേട്ടോ, 46. ഓക്കെ, പിന്നെ 1978 ഏതൊക്കെയാണ് പിൻവലിച്ചത്? 78 1000 ഉണ്ട്, പിൻവലിച്ചതിൽ 1000 ഉണ്ട്. വേറെ 5000, അതുപോലെ 10,000. ഓക്കെ, 1000, 5000, 10,000 കേട്ടോ. 1000, 5000, 10,000 ആണ് 78 എന്ത് ചെയ്ത് പിൻവലിച്ചത് കേട്ടോ. 1000, 5000, 10,000 ആണ് 78 പിൻവലിച്ചത്. ഓക്കെ, 78 പിൻവലിച്ചത്. പിന്നെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് 2014 ഒരു സംഭവം ഉണ്ടായി. 2014 എന്താ സംഭവിച്ചത്? 2014 എന്താ സംഭവിച്ചത്? അങ്ങനെ അറിയോ? 2016 അല്ല, 2014. ഈ മോഡിയെ പറയാറായില്ല. 2014. പിള്ളേര് 2014 2005 മുമ്പുള്ള നോട്ടുകളെല്ലാം എന്ത് ചെയ്തു? പിൻവലിച്ചു കേട്ടോ. അത് ഓർത്ത് വെച്ചോണം. 2014 2005 മുമ്പുള്ള എല്ലാ നോട്ടും എന്ത് ചെയ്തു? പിൻവലിച്ചു. ഓക്കെ, 2014 പ്രഖ്യാപിച്ചത്. 2014 2005 മുമ്പുള്ള എല്ലാ നോട്ടും എന്ത് ചെയ്തു? പിൻവലിച്ചു. പിന്നെ വരുന്നത് നമ്മുടെ 2016 നവംബർ 8 നമ്മുടെ മോദി സർക്കാർ പിൻവലിച്ചു. 2016 നവംബർ 8 8ന്റെ പണി. അത് തന്നെയാണ് 2010 നവംബർ 8 പണി. അതാണ് പിന്നെ ഉള്ളത്. പിന്നെ 2023 മെയ് 19 എന്താ പ്രത്യേകത? 2023 മെയ് 19 2000 നോട്ടുകൾ പിൻവലിച്ചു അല്ലെ? 2000 നോട്ടുകൾ പിൻവലിച്ചു. 2000 നോട്ടുകൾ പിൻവലിച്ചു. അപ്പൊ നിങ്ങൾ അവിടെ വേറൊരു ഡേറ്റും കൂടെ ഓർത്ത് വെച്ച് വേണം. 2023 സെപ്റ്റംബർ 30 ഓർത്തോണേ. അതായത് മെയ് 19 പ്രഖ്യാപിക്കും. 2023 മെയ് 19 പ്രഖ്യാപിക്കുകയും 2023 സെപ്റ്റംബർ 30 വരെ സമയം കൊടുത്തു. അത് മെയ് 19 പ്രഖ്യാപിച്ചത്. നമ്മള് 2000 രൂപ നോട്ട് നമ്മൾ പിൻവലിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നത്. ഓക്കെ, പിന്നെ നമുക്ക് 2023 സെപ്റ്റംബർ 30 വരെ കാലാവധി കൊടുത്തു. അപ്പൊ ഇത്രയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചെന്ന് വിശ്വസിക്കുന്നു. 1946 500, 1000, 10,000. 1978 1000, 5000, 10,000. 2014 2005 മുമ്പുള്ള എല്ലാ നോട്ടുകളും പിൻവലിച്ചു. 2016 നവംബർ 8 500ഉം 1000ഉം പിൻവലിച്ചു. 2023 മെയ് 19 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചു. അത് 2023 സെപ്റ്റംബർ 30 വരെ എന്ത് ചെയ്തു? കാലാവധി കൊടുത്തു കേട്ടോ. അത് ഓർത്തോണേ. ശരി, ഓക്കെ. അടുത്ത രണ്ടാമത്തെ ചോദ്യം. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് പറയുന്നത് ആരാ? പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് പറയുന്നത് ആരാ? കറക്കി കുത്തരുത്, അറിയാമെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് പറഞ്ഞത് വാക്കറാണ് കേട്ടോ. വാക്കറാണ് പറഞ്ഞത്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് പറഞ്ഞത് നല്ല ഡെഫിനിഷൻ ആണ് അല്ലേ? പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. ഓക്കെ, എന്ന് പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ വാക്കറാണ് പറഞ്ഞത്. വാക്കർ. അടുത്ത മൂന്നാം ചോദ്യം. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഹരിത വിപ്ലവം എന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉൽപാദനത്തിൽ ഉണ്ടായ വർധനവിനെ സൂചിപ്പിക്കുന്നു. 1950 പകുതി മുതൽ 1960 പകുതി വരെയായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാമെങ്കിൽ കുത്തി തള്ളിയിടുക. വളരെ ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റ്. കാരണം നമ്മൾ ഹരിത വിപ്ലവം പഠിച്ചതാണ് അല്ലേ? ഹരിത വിപ്ലവം നമ്മൾ പഠിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളുടെ ഉൽപാദനവിലുള്ള വർധനവ്. പക്ഷെ 1950 മുതൽ 50ന്റെ പകുതി മുതൽ 60ന്റെ പകുതി വരെയുള്ള തെറ്റാണ്. കാരണം ഒന്നാം ഘട്ടം 60ന്റെ പകുതി 70ന്റെ പകുതിയാണ് അല്ലേ? 60, 70 വരേണ്ടത് അല്ലേ? അത് തെറ്റാണ്. ഓക്കെ,
പിന്നെ ബാക്കി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചത് തന്നെയാണ്, അതും ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റിസർവ് ബാങ്കിന്റെ ധർമ്മമല്ലാത്തത് ഏത്? റിസർവ് ബാങ്കിന്റെ ധർമ്മമല്ലാത്തതാണ് ഗവൺമെന്റിന്റെ ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് സൂക്ഷിക്കുക, രാജ്യത്തിന്റെ ക്രെഡിറ്റ് നിയന്ത്രിക്കുക, ₹1 നോട്ടും നാണയവും പുറപ്പെടുവിക്കുക. ₹1 നോട്ടും നാണയവും പുറപ്പെടുവിക്കുന്നത് ആരാ? ₹1 നോട്ടും നാണയം പുറപ്പെടുവിക്കുന്ന ആരാ പിള്ളേരെ? അത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് അല്ലേ? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് അത് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ₹1 നോട്ടും നാണയവും പുറത്തിറക്കുന്നത് ആരാണ് പിള്ളേരെ? നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ അത് മാത്രം പഠിച്ചിട്ട് അങ്ങ് പോകരുത്. ഈ 3 കാര്യങ്ങൾ നോക്കി വെച്ചോ. ഗവൺമെന്റിന്റെ ബാങ്ക്, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് സൂക്ഷിക്കുക, രാജ്യത്തിന്റെ ക്രെഡിറ്റ് നിയന്ത്രിക്കുക. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന RBIയുടെ ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ധർമ്മങ്ങളാണ്. മനസ്സിലായ? നമ്മളിപ്പോ ഇത് നമ്മൾ പറഞ്ഞു പോകാത്ത കാര്യമില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുള്ള കാര്യങ്ങളാണ്. ₹1 നോട്ട് അടിച്ചിറക്കുന്നതും നാണയങ്ങൾ പുറത്തിറക്കുന്നതും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എല്ലാവർക്കും അറിയാം. നമുക്ക് വേണ്ടത് ഈ ഒരു 3 സാധനങ്ങളാണ് നമ്മൾ നോക്കി വെക്കേണ്ടത്. ഗവൺമെന്റിന്റെ ബാങ്ക്, ഫോറിൻ എക്സ്ചേഞ്ച് സൂക്ഷിക്കുക, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ക്രെഡിറ്റ് നിയന്ത്രിക്കുക. ഇതൊക്കെ നമ്മുടെ റിസർവ് ബാങ്ക് RBIയുടെ ഫങ്ഷൻസ് ആണ്. അടുത്ത്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പാസ്സായ വർഷം. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പാസ്സായ വർഷം അറിയാമെങ്കിൽ പിടിച്ചോളൂ. 2005 ആണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പാസ്സായ വർഷം 2005. അത് പഠിച്ചോണേ, കാരണം അതൊക്കെ പഠിച്ചോണേ. അടുത്ത്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം കിട്ടും. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും ഈ ഒരു ചോദ്യം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയെന്ന് കേട്ടാൽ ഫരീദാബാദ് ആണ് വളരെ. ഫരീദാബാദ് കേട്ടാ. ഓപ്ഷൻ എ ഫരീദാബാദ് ആണ് കേട്ടോ, ഫരീദാബാദ്. ഓക്കെ. അടുത്ത, സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലമായി 1. ശൈത്യ മേഖലകളിൽ ഉഷ്ണജല പ്രവാഹങ്ങൾ അവ ഒഴുകുന്ന തീരത്തോടടുത്തുള്ള പ്രദേശങ്ങളെ കൊടും തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു. 2. ശീതജല പ്രവാഹങ്ങൾ ഉഷ്ണമേഖലയിലെ തീരപ്രദേശങ്ങളിലെ കടുത്ത ചൂട് കുറയ്ക്കുന്നു. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകുന്നു. ഉഷ്ണ ശീതല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യ വളർച്ച കുറയുന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് കാർബൺ സംക്രമണം സാധ്യമാകുന്നു. അപ്പൊ 5 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദ്യം. ഓക്കെ, തെറ്റായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഓപ്ഷൻ കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് തെറ്റായ പ്രസ്താവന കിട്ടിയെങ്കിൽ കമന്റ് ചെയ്യുക. കിട്ടിയോ? ഏതൊക്കെയാ തെറ്റ്? ആരും കിട്ടിയില്ല. നല്ലൊരു ചോദ്യമല്ലേ. നമുക്ക് ഇത് പഠിക്കാണ്ട് ഇവിടെ ശീതല പ്രവാഹം പഠിക്കാണ്ട്. സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റിവിഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പിള്ളേരെ? അത് നമ്മൾ ചെയ്യും. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 4ഉം 5ഉമാണ് തെറ്റ്. അതായത് അപ്പൊ അവിടെ പഠിച്ചോണേ. കണ്ടോ, ഇതൊക്കെ 4 5 തെറ്റെന്ന് പറയുമ്പോഴും മുകളിലോട്ടുള്ള 3 ശരിയാണ്. അപ്പൊ അത് 3 പോയിന്റ് ഒന്ന് നോക്കി വെച്ചാണേ. ഓക്കെ. ശൈത്യ മേഖലയിൽ ഉഷ്ണജല പ്രവാഹങ്ങൾ അവ ഒഴുകുന്ന തീരത്തോടടുത്തുള്ള പ്രദേശങ്ങളെ കൊടുംതണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു. ശരി, മനസ്സിലായ? അതുപോലെ ശീതല പ്രവാഹങ്ങൾ ഉഷ്ണമേഖലയിലെ തീരപ്രദേശങ്ങളിലെ കടുത്ത ചൂടിനെ കുറയ്ക്കുന്നു. ശരി. ഉഷ്ണ ശീതല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞുണ്ടാകുന്നു. ശരി. ഉഷ്ണ ശീതല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യ വളർച്ച കൂടുകയാണ് ചെയ്യുന്നത്. കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. മത്സ്യ വളർച്ച കൂടും. ഓക്കെ, ശരി. അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. ഓക്കെ, ശരി. അടുത്ത്, ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക പിള്ളേരെ. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന തീരപ്രദേശം, കിഴക്കൻ തീരത്തെ വീതി പടിഞ്ഞാറൻ തീരത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. കിഴക്കൻ തീരസമതലത്തിൽ അനവധി കായലുകളുണ്ട്. വ്യാപകമായി നെൽകൃഷി ചെയ്യുന്നു. തെറ്റേതാ? കിഴക്കൻ തീരസമതലത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഓപ്ഷൻ എ, ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന തീരപ്രദേശം. അത് ശരിയാണ്. കിഴക്കൻ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്തെ വീതി, അതായത് കിഴക്കൻ തീരത്തിന്റെ വീതി പടിഞ്ഞാറൻ തീരത്തേക്കാൾ കൂടുതലാണ്. അതും ശരിയാണ്. കായലുകൾ, കിഴക്കൻ തീരസമതലത്തിൽ അനവധി കായലുകൾ. അത് തെറ്റാണ്. കായലുകൾ കൂടുതൽ കാണപ്പെടുന്ന എവിടെയാ?
കായലുകൾ കൂടുതൽ കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരത്താണ് അല്ലെ. നമ്മുടെ കേരളമൊക്കെ വരുന്നത് പടിഞ്ഞാറൻ തീരത്തിലെ കായലുകളുടെ നാടെന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളം അല്ലേ. അപ്പൊ കായലുകൾ കൂടുതൽ കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരത്താണ്. അപ്പൊ അതൊരു തെറ്റാണ്. വ്യാപകമായി നെൽകൃഷി ചെയ്യുന്നു, അത് ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഏത്? 25°C കൂടിയ താപനിലയും 150 സെന്റിമീറ്റർ മുകളിൽ മഴയും, 30°C കൂടിയ താപനിലയും 150 സെന്റിമീറ്റർ മുകളിലുള്ള മഴയും, 25 സെന്റിമീറ്റർ 25°C 250 സെന്റിമീറ്റർ, 15°C 150 സെന്റിമീറ്റർ. ഏത് ആൻസർ? റബ്ബർ കൃഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുത്തപ്പെട്ട എല്ലാവരുടെ വീട്ടിലും കാണാം റബ്ബർ. ആൻസർ ഓപ്ഷൻ എ. 25°C കൂടിയ താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടിയ മഴയുമാണ് നമുക്ക് ഏതിന് വേണ്ടത്? റബ്ബർ കൃഷിക്ക് വേണ്ടത്. പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഇതൊക്കെ നമുക്ക് ലോജിക്കലി ആലോചിച്ചാൽ കിട്ടുമല്ലോ. ലോജിക്കലി ആലോചിച്ച് കിട്ടും. നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ആണ് നമ്മൾ നോർമൽ എല്ലായിടത്തും ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നെ മഴ 150 സെന്റിമീറ്റർ കൂടുതൽ മഴയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ഇത് എഴുതാൻ പറ്റും. അറിഞ്ഞാത്തവർക്കും നിന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, 4 ഒരെണ്ണം ഉത്തരമാണല്ലോ. 4 ഓപ്ഷനിൽ ഒരെണ്ണം ഉത്തരമാണ്. അപ്പൊ നമ്മൾ ലോജിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല ചോദ്യത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കണ്ടെത്താൻ പറ്റും. ഓക്കെ, അടുത്ത ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്നത്. നാഷണൽ വാട്ടർ വേസ് ഒക്കെ നമ്മൾ പല തവണ ഡിസ്കസ് ചെയ്ത് തന്നെ. പെട്ടെന്ന് കമന്റ് ചെയ്തേ. ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്നത് ബ്രാഹ്മണി മഹാനദിയാണ് അല്ലെ. ഇവിടെ സ്ഥലങ്ങളല്ല കൊടുത്തിരിക്കുന്നത്, നമ്മുടെ നദികളാണ്. ബ്രാഹ്മണി നദി മഹാനദിയുമാണ് നമുക്കിവിടെ അത് ബന്ധിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ. എത്രാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത്? ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട എത്രാമത്തെ മൈസൂർ യുദ്ധത്തിലാ? കമന്റിയുടെ അടിപൊളി. ഓപ്ഷൻ ഡി 4-ാം മൈസൂർ യുദ്ധത്തിലാണ്. 4-ാം മൈസൂർ യുദ്ധത്തിലാണ് 4-ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത്. ഓക്കെ, 3-ാം മൈസൂർ യുദ്ധം പഠിക്കുകയാണ്. കാരണം 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് എന്ത് ചെയ്തത്? ശ്രീരംഗപട്ടണം ഉടമ്പടി വന്നത്. 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ശ്രീരംഗപട്ടണം ഉടമ്പടിയും 4-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താന്റെ മരണം. മനസ്സിലായോ? 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 4-ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ആരുടെ മരണം? ടിപ്പു സുൽത്താന്റെ മരണം. ഓക്കെ, നെക്സ്റ്റ്. ചേരുംപടി ചേർക്കുക. ഇത് ഞാൻ കണക്ഷൻ വെച്ച് പഠിപ്പിക്കുന്ന സാധനമാണ്. ചേരുംപടി ചേർത്തോളൂ. ചേരുംപടി ചേർക്കുക. കിട്ടിയ? ശരി, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പറയുന്നത് മറാത്ത ഏതാ വരുന്നേ? എ ഏതാ വരുന്നത് പിള്ളേരെ? മറാത്തയിൽ ഏതാ വരുന്നേ? മറാത്ത എന്ന് പറഞ്ഞാൽ ഫീലുകളാണ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 5 വരും അല്ലെ. എ എന്ന് പറഞ്ഞാൽ 5 വരും. ഓക്കെ, ഫീല് നമ്മൾ പഠിച്ച് മാറിലാണ് ഫീൽ ചെയ്യുന്നതെന്ന് പഠിച്ചായിരുന്നു അല്ലേ. മാറിലാണ് ഫീൽ ചെയ്യുന്നതെന്ന് പഠിച്ചായിരുന്നു. ഓക്കെ, മാറിലാണ് ഫീൽ ചെയ്യുന്നത് പഠിച്ചായിരുന്നു. അടുത്ത് അഹമ്മദ് നഗർ ഏതാ വരുന്നേ? നമ്മൾ പഠിച്ചു കോഹ്ലിക്ക് ഭയങ്കര അഹമ്മദിയാണ് നമ്മൾ പഠിച്ചായിരുന്നില്ലേ. കോഹ്ലിക്ക് ഭയങ്കര അഹമ്മദിയാണ്. അപ്പൊ നമ്മൾ അഹങ്കാരത്തിന് അഹമ്മദി എന്ന് പറയുന്നത്. അപ്പൊ കോഹ്ലിക്ക് ഭയങ്കര അഹമ്മദി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴ് ബി എന്ന് പറയുന്നത് കോഹ്ലി വരും അല്ലെ. കോഹ്ലി വരും. അപ്പൊ ബി 4. അടുത്ത് ചോട്ടാ നാഗ്പൂർ. ചോട്ടാ കോൾ എന്ന് പഠിച്ച ഓർമ്മയുണ്ടേ? ചോട്ടാ കോള്, ചെറിയ കോള്, ചോട്ടാ കോള്. നമ്മളെ ജോബിനെയൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചോട്ടാ കോള്. ഓക്കെ, ചോട്ടാ കോള്. അപ്പോഴ് സി എന്ന് പറയുന്നത് 3 വരും. സി എന്ന് പറഞ്ഞാൽ 3 വരും. അടുത്ത് രാജ്മഹൽ കുന്നുകൾ ആരാ? രാജ്മഹൽ കുന്നുകൾ സന്താളാണ് അല്ലേ. രാജ്മഹൽ കുന്നുകൾ സന്താളാണ്. അപ്പൊ ഡി എന്ന് പറയുന്നത് 2 വരും. ഓക്കെ, അപ്പൊ എ 4, ബി 4, സി 3, ഡി 2. ഏത് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. എവിടെ ഓപ്ഷൻ എ വരിക? ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ്, വ്യവസായ വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ പെടുന്നത് ഏതല്ല? വ്യവസായ വിപ്ലവം. ഓക്കെ, വ്യവസായ വിപ്ലവത്തിന്റെ ഫലങ്ങളാണ് പറയുന്നത്. ഫാക്ടറികൾക്ക് ചുറ്റുമായി വ്യവസായ നഗരങ്ങൾ അതിവേഗം വികസിച്ചു. വൻകിട വ്യവസായശാലകൾ യൂറോപ്പിൽ വ്യാപകമായി. കൈത്തൊഴിലുകാരെ മാത്രം ആശ്രയിച്ചിരുന്ന ഉൽപാദന രീതിക്ക് മാറ്റം വന്നു. ഫാക്ടറികൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ ഉൽപാദനം. വ്യവസായ വിപ്ലവത്തിന്റെ ഫലങ്ങൾ പെടുന്നത് ഏതെല്ലാം എന്നാണ്? ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് ചോദ്യം. അടിച്ചിട്ടേടാ ഉത്തരം കമന്റ് ചെയ്തേ.
ഏതൊരു പിള്ളേരെ? ആ ഡി എല്ലാം വരുന്നുണ്ടല്ലേ, 13D ആണ്. അപ്പൊ അത് നിങ്ങൾ ഇത് പഠിച്ചോണം, മനസ്സിലായ? ആ സ്ഥാനം അങ്ങ് പഠിച്ചോണം പിള്ളേരെ. ഇവിടെ തന്നെ പഠിച്ചോണ്ട. ഫാക്ടറിക്ക് ചുറ്റിലുമായി വ്യവസായ നഗരങ്ങൾ അതിവേഗം വികസിച്ചു എന്ന് മനസ്സിലാക്കുക. വൻകിട വ്യവസായശാലകൾ യൂറോപ്പിൽ വ്യാപകമായി എന്ന് മനസ്സിലാക്കുക. കൈത്തൊഴിലുകളെ മാത്രം ആശ്രയിച്ചിരുന്ന ഉൽപാദന രീതിക്ക് മാറ്റം വന്നുവെന്ന് നമ്മൾ പഠിച്ചു. ഫാക്ടറികൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ ഉൽപാദനം നടന്നു എന്നുള്ള കാര്യം പഠിക്കുക. അപ്പൊ ഇതൊക്കെ നമുക്ക് വ്യവസായ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ശരി. കൊച്ചിയിലും തിരുവിതാംകൂറിലും തീയ ജാതിക്കാർക്കിടയിൽ നിലനിന്നിരുന്ന മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ച് സ്ത്രീക്കും പുരുഷനും സ്വത്തിൽ തുല്യ അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്ത നവോത്ഥാന നായകൻ ആരാണ്? കൊച്ചിയിലും തിരുവിതാംകൂറിലും തീയ ജാതികൾക്കിടയിൽ നിന്നിരുന്ന മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം. അങ്ങ് കറക്കി വിടുക. സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെയൊക്കെ എന്തിനാ പാവപ്പെട്ട മനുഷ്യനെയൊക്കെ പിടിച്ചോണ്ട് വേണേ നിങ്ങള്? അതെ, സഹോദരൻ അയ്യപ്പനാണ്, സഹോദരൻ അയ്യപ്പൻ. മനസ്സിലാക്കി വെച്ചോ കേട്ടാ. ഓക്കെ. ആ, തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന ഭരണാധികാരി. ഈസി ക്വസ്റ്റ്യൻ, ചാടി വീണടിച്ചോളൂ. ആ, ഓപ്ഷൻ ബി, കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലേ? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വ്യക്തി. ധർമ്മരാജ, ഇഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന പുള്ളിക്കാരാണ്. കാലഘട്ടം അറിയൂടാ? കാലഘട്ടം പെട്ടെന്ന് പറയാൻ ആ കാല കമന്റ് ചെയ്യുന്നത് 1758-98 അല്ലേ? 58-98 40 വർഷം ഭരിച്ചു. ഓക്കെ. ഇദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു ആര്? രാജാ കേശവദാസ്. രാജാ കേശവദാസ്. ശരിയായവ കണ്ടെത്തുക. ഇന്ത്യയുടെ ഭരണഘടനയെ ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 368. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 10. 3 രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാം. ആദ്യത്തെ ഭേദഗതി ഉൾപ്പെടുത്തിയ പട്ടിക 9 ആണ്. കമന്റ്. ഏതാ വളരെ? സി ആണ് ആൻസർ. സി. ഓക്കെ. അതായത് 1, 3, 4 ശരി ഉത്തരം. അത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാഗം, അതായത് ഭരണഘടന ഭേദഗതിയെ കുറിച്ച് പറയുന്ന ഭാഗം അല്ലെങ്കിൽ പാർട്ട് എത്രയാ വളരെ? 20 അല്ലേ? ഭരണഘടന ഭേദഗതിയെ കുറിച്ച് പറയുന്ന പാർട്ട് 20. 20. ഓക്കെ, 20. ശരി. ഭാഗം വെച്ചാൽ പാർട്ടാണ്. കൂറുമാറ്റം അത് 10ാം പട്ടികയാണ്. ഇത് പട്ടികയല്ല, പാർട്ടാണ് കേട്ടോ. ഷെഡ്യൂള് ആണ് ഈ പറയുന്ന പട്ടിക എന്ന് പറയുന്നത്. ഇത് പാർട്ടാണ് കേട്ടോ, പാർട്ട്. ഓക്കെ. രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തിയാൽ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്ന ഇംപീച്ച്മെന്റ് നടപടി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ്? ഇംപീച്ച്മെന്റ് നമ്മൾ എവിടെ നിന്ന് കടമെടുത്തു എന്നാണ് ചോദ്യം. വളരെ ഇംപീച്ച്മെന്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഓപ്ഷൻ എ, അമേരിക്കയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇംപീച്ച്മെന്റ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ ഇംപീച്ച്മെന്റ് ഓപ്ഷൻ എ, അമേരിക്കയിൽ നിന്നാണ്. അടുത്ത്, കേന്ദ്ര സർക്കാരിന് ഒരു വ്യക്തിയുടെ പൗരത്വം ഇല്ലാതാക്കാൻ അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? കേന്ദ്ര സർക്കാരാണ് പൗരത്വം നൽകുന്നത്, കേന്ദ്ര സർക്കാരിന് പൗരത്വം ഇല്ലാതാക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിള് ഓപ്ഷൻ ബി 10 ആണ്. ഓപ്ഷൻ ബി 10. ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുക്കി വെക്കാൻ പറ്റുന്ന ഉത്തരവാണ് അല്ലേ? കാരണം 5 മുതൽ 11 വരെയാണല്ലോ നമുക്ക് ഈ പൗരത്വം വരുന്നേ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ 5 മുതൽ 11 വരെയുള്ള ഓപ്ഷൻ 10 ഉള്ളൂ. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മൾ എക്സാം ഹാളിൽ നമ്മളെ എല്ലാ രീതിയിലും നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മുടെ കോൺഫിഡൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രൊഫഷണലിസം കാണിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞാലും നമ്മൾ പരീക്ഷ എഴുതുമ്പോഴല്ലേ പ്രൊഫഷണലിസം കാണിക്കണം. ഓക്കെ, നല്ല ഒരു പ്രൊഫഷണൽ ടച്ച് കാണിക്കുക പരീക്ഷ എഴുതുമ്പോൾ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോകണം. ഞാൻ നേരത്തെ ഏതോ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മള് മനുഷ്യരാണ്, നമുക്ക് മിസ്റ്റേക്ക് വരും, എല്ലാവർക്കും മിസ്റ്റേക്ക് വരാം. ഓക്കെ, നമുക്ക് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. നമുക്ക് 100 അറിയണമെന്നില്ല. 100 മാർക്ക് വേണ്ട നമുക്ക് ജോലി കിട്ടാൻ. കട്ട് ഓഫ് എന്നുള്ളൊരു സാധനമുണ്ട്. 100 മാർക്ക് വാങ്ങണ്ട. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ, ശരി. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ ചെന്നിട്ട് ബോധം കെട്ടങ്ങ് വീഴണം അല്ലേടാ?
എക്സാം ഹാള് വരെ ഇങ്ങനെ നെഞ്ചും പിരിച്ച് ഭയങ്കര കോൺഫിഡൻസോടെ ചെന്ന് കയറുകയും എക്സാം ഹാളിനകത്ത് കയറുന്നതും ദാ കിടക്കുന്ന കവനടച്ച്. ശരി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എന്നാണ്. 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദങ്ങളിൽ സമത്വത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ തുല്യത എന്നതിൽ രാഷ്ട്രപതിക്ക് ഇളവ് ലഭിക്കുന്നു. അടുത്ത്, ആരും നിയമത്തിന് അതീതരല്ല എന്ന് വ്യക്തമാക്കുന്ന അനുച്ഛേദമാണ് 14. നിയമവാഴ്ച എന്ന ആശയം ഊർജം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം 14 നിന്നാണ്. ഓക്കെ, ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാടാ? എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. മനസ്സിലായോ? എല്ലാം ശരിയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ ആൾക്കാർ ഇത് ചലഞ്ച് അടിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ അതൊരു ട്രെൻഡാണ്. ഇപ്പൊ തന്നെ ഡിഗ്രി ഫിലിംസിനൊക്കെ 15, 16 ക്വസ്റ്റ്യൻ ഒക്കെയാണ് എന്ത് ചെയ്തത്, ക്യാൻസൽ ചെയ്ത് പോയിരിക്കുന്നത്. ഈ ചലഞ്ച് ചെയ്യുന്നവർക്ക് ചുമ്മാ ചലഞ്ച് ചെയ്ത് വിട്ടാൽ മതി. ചുമ്മാ പാവപ്പെട്ട കുറെ പിള്ളേരെ പ്രതീക്ഷയൊക്കെയാണ് പോണത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന് ഒരു കാര്യമില്ലാതെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ മറ്റേ ആ കേരള കലാമണ്ഡലത്തിന്റെ ഒക്കെ ഒരു എല്ലാവർക്കും മാർക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ട് എല്ലാം ശരിയെന്നൊരു ആൻസർ വന്നപ്പോഴേ അതും പറഞ്ഞാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ PSC പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ PSCയിൽ ഭയങ്കര ബുദ്ധിജീവി നടിച്ചു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കാർബൺ 12 ഇപ്പൊ കാർബൺ 14 കൊടുക്കായിരുന്നു, അതും ചലഞ്ച് ചെയ്ത് പോയി. ശരി, അത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏവ എന്നാണ് ചോദ്യം കേട്ടോ. ഓക്കെ, മോളിൽ നമ്മൾ ആൻസർ പറഞ്ഞല്ലോ, എല്ലാം ശരിയാണേ. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേഷ്ടാവാണ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 86 രാഷ്ട്രപതിയെ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ ആയിരുന്നത് MC സെതൽവാദാണ്. ഓക്കെ, ഏതാ തെറ്റ്? പിള്ളേരെ ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റ്. കാരണം അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 76 76. ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ. ഓക്കെ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആരാണ്? എക്സ് ഒഫീഷ്യൽ ചെയർമാൻ പിള്ളേരെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആരാ? ഓപ്ഷൻ ബി മുഖ്യമന്ത്രിയാണ് അല്ലെ? മുഖ്യമന്ത്രിയാണ് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ. ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. വൈസ് ചെയർമാൻ ആരാ? വൈസ് ചെയർമാൻ കഴിഞ്ഞ വെള്ളിയിലെ ചോദ്യമാണെന്നോ? വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാൻ. റവന്യൂ ആണ് വൈസ് ചെയർമാനെ. ഓക്കെ, അടുത്ത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ആണ് വേമ്പനാട് കോൾനിലങ്ങൾ. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായൽ 2002 റാംസാർ സൈറ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തി. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി 2005 മെയ് 25 നിലവിൽ വന്നു. കേരളത്തിൽ നിന്ന് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങൾ വേമ്പനാട് കോൾനിലങ്ങൾ, അഷ്ടമുടി, തണ്ണീർത്തടങ്ങൾ, ശാസ്താംകോട്ട തടാകം എന്നിവയാണ്. ഏതാ പിള്ളേരെ തെറ്റ്? ഇവിടെ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി 2005 മെയ് 25 നിലവിൽ വന്നതെന്നുള്ളത് തെറ്റാണ്. ഓക്കെ, തണ്ണീർത്തട സംരക്ഷണ നിയമം നിങ്ങൾക്ക് വിഷ്ണു സാർ ഒരിക്കൽ പഠിപ്പിച്ചായിരുന്നല്ലേ? തണ്ണീർ സംരക്ഷണ നിയമം ഇനി ഒന്ന് റിവിഷൻ ചെയ്താൽ മതിയല്ലോ. അത് പുതിയ കുട്ടികൾക്ക് മാത്രമേ കിട്ടാവുള്ളൂ എന്ന് തോന്നുന്നു. കുറച്ച് പേർക്ക് അത് റിവിഷൻ ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, അത് 2015 ആക്ട് 2017 നമ്മൾ പഠിക്കുമോ? DND ഓഫീസ്. ശരി. എടാ, ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ സംസ്ഥാനം? ട്രാൻസ്ജെൻഡർ നയം ഏതാണ് വളരെ? ഓപ്ഷൻ ഡി കേരളമാണ്. കേരളം. ഒരു കമന്റ് വന്നത് നീളുള്ള കമന്റ് കേരളം. ഓക്കെ, ശരി. അടുത്ത്, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ആസ്ഥാനത്തിന്റെ പേര്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ആസ്ഥാനത്തിന്റെ പേര്? പിള്ളേരെ അയ്യോ,
കമന്റ് ചെയ്തില്ലേ? സാക്ഷരതാ ഭവന പേരൊക്കെ അങ്ങ് ഇട്ടോ നിങ്ങൾ സ്വന്തമായിട്ട്? എല്ലാവരും ഉണ്ടായിരുന്നില്ലേ പേരിൽ ചടങ്ങിന്? അല്ല പിന്നെ എല്ലാവരും കൂടെ ഡി കമന്റ് ചെയ്യണ്? നേരത്തെ തന്നെ ഡി ആണോ കമന്റ് ചെയ്യണത്? ഓപ്ഷൻ സി അക്ഷരം എന്നാണ്. അക്ഷരം. നമ്മൾ പ്രസിദ്ധീകരണം അക്ഷര കൈരളി ഓർമ്മയുണ്ട്? നമ്മൾ പ്രസിദ്ധീകരണം പഠിച്ചത് സാക്ഷരതാ മിഷന്റെ പ്രസിദ്ധീകരണമാണ് അക്ഷര കൈരളി അല്ലേ? അക്ഷര കൈരളി. അക്ഷരമാണ് അതിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര്. ആസ്ഥാന മന്ദിരത്തിന്റെ പേര് അക്ഷരവും ഈ ആസ്ഥാനത്തിന്റെ പേര് മുഖപത്രം അല്ലെങ്കിൽ എന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേര് അക്ഷര കൈരളിയുമാണ്. ഓക്കെ. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി. അതേ കമന്റ് ചെയ്തേ. ആശാകിരണം, ആശാ ഇൻഷുർ, സ്നേഹിത, ആശാ ജ്യോതി. ഓപ്ഷൻ എ ആശാ കിരണമാണ്. ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. നിങ്ങള് കുടുംബശ്രീ നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ട്. കുടുംബശ്രീ ഈ ആശാ വർക്കർമാര് അത് നിങ്ങൾ നോക്കി വെച്ചോണം. ചോദ്യം വരുന്ന സാധനം LDക്ക് പ്രതീക്ഷിക്കണം കേട്ടോ. ഈ ആശാ വർക്കറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കിക്കോണം. അത് കയറി വരും. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം എത്തുന്നത് ഹൃദയ അറ ഏതാണ്? അതുപോലെ അശുദ്ധ രക്തം. ചോദ്യം എന്താണ്? അശുദ്ധ രക്തം. ആശാവർക്കർ എടുക്കൂടെ ക്ലാസ് നിങ്ങൾക്ക്? അശുദ്ധ രക്തം വന്ന് ഇറങ്ങുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഹൃദയത്തില്. ഈ സാധനം ഞാൻ തന്നെ പഠിപ്പിച്ചതാണ്. വലത് ഏട്രിയമാണ് അല്ലെ? വലത് ഏട്രിയത്തിലാണ് അശുദ്ധ രക്തം വന്നിറങ്ങുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ വലത് ഏട്രിയത്തിലാണ് എന്ത് ചെയ്യുന്നത്? അശുദ്ധ രക്തം വന്നിറങ്ങുന്നത്. ശുദ്ധരക്തം വന്നിറങ്ങുന്നത് ഇടത് ഏട്രിയത്തിലാണ് അല്ലെ? ശുദ്ധരക്തം ഇടത് ഏട്രിയത്തിൽ വന്നിറങ്ങുന്നു. അശുദ്ധ രക്തം വന്നിറങ്ങുന്നത് വലത് ഏട്രിയത്തിലാണ് കേട്ടാ. സിമ്പതറ്റിക് വ്യവസ്ഥയുടെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതാണ് ചോദ്യം? സിമ്പതറ്റിക് വ്യവസ്ഥയുടെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതാണ് ചോദ്യം? കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. ഉമിനീർ ഉൽപാദനം കുറയുന്നു. ഹൃദയമിടിപ്പ് കൂടുന്നു. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഇതിലേതാണ് സിമ്പതറ്റിക്? പിള്ളേരെ ഓപ്ഷൻ ഡി ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. അതാണ് തെറ്റ്. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം പിള്ളേരെ. നമ്മൾ എന്തെങ്കിലും ഒന്നിനെ കണ്ട് നമ്മൾ പേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അലർട്ട് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ആവുന്ന ഒരു സംഭവമാണ് എന്ത്? ഈ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥ. ഈ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥ ആക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എനർജി വേണം. മനസ്സിലായ? കാരണം നമ്മള് ഫ്ലൈറ്റ് എന്താ നമ്മൾ പറയണ? ഫൈറ്റ്. ഒന്നുകിൽ നമ്മൾ പേടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുക, ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക. അപ്പൊ ഇത് ഏത് കാര്യമായാലും നമുക്ക് കൂടുതൽ ഊർജം വേണം. ഇപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പല പ്രവർത്തനങ്ങളും ഈ പെരിസ്റ്റാൾസിസ് ഉൾപ്പെടെ പല പ്രവർത്തനങ്ങളും എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. അതോടൊപ്പം തന്നെ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന പ്രവർത്തനം എന്ത് ചെയ്യും പിള്ളേരെ? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന പ്രവർത്തനം സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. സ്റ്റോപ്പായിട്ട് തിരിച്ച് സംഭവിക്കും. ഗ്ലൈക്കോജൻ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. കാരണം നമുക്ക് അവിടെ എന്താ വേണ്ടത്? എനർജി കൂടുതൽ വേണം. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? എനർജി ഉണ്ടാവത്തുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഉമിനീർ ഉൽപ്പാദനമൊക്കെ കുറയുന്നത്. അതുകൊണ്ടാണ്. കാരണം ഉമിനീർ ഉൽപ്പാദിപ്പിക്കാനുള്ള എനർജി കൂടെ എന്ത് ചെയ്യും പിള്ളേരെ? നമ്മുടെ ഈ പറയുന്ന ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ പെരിസ്റ്റാൾസിസ്, നമ്മുടെ ദഹന പ്രവർത്തനമൊക്കെ സ്റ്റോപ്പ് ആവും. കാരണം ആ എനർജിയും കൂടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ. ആരൊക്കെയോ പറയാതെ ലെഫ്റ്റ് ആവുന്നുണ്ട്. പൊക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർത്തോളൂ. ചേരുംപടി ചേർത്തോളൂ. ഇത്രയും സമയം വേണോ ചേരുംപടി ചേർക്കാൻ? പിള്ളേരെ, കാർഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൃദയ ചികിത്സ. അപ്പൊ A1 വെച്ചാൽ ഒന്നല്ലേ? അടുത്ത് ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസർ ചികിത്സ. അപ്പൊ B എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അടുത്ത് ന്യൂറോളജി എന്ന് വെച്ചാൽ എന്താ? നാഡീ ചികിത്സ. അപ്പൊ C എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അടുത്ത് ഓഫ്താൽമോളജി എന്ന് വെച്ചാൽ നേത്രരോഗ ചികിത്സ. അപ്പൊ D എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
3 അപ്പൊ ഏത് വരും ആൻസർ? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വരും. ഓപ്ഷൻ എ വരും. ഓപ്ഷൻ എ. ഓക്കെ. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിനായി കേരളം ആവിഷ്കരിച്ച കർമ്മ പദ്ധതിയാണ് കർസാപ്പ്. കർസാപ്പ് 2018 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിലെ ആദ്യമായി ഇത്തരത്തിലൊരു കർമ്മ പദ്ധതി നടപ്പിലാക്കിയത് കേരളമാണ്. ഓക്കെ. ഓപ്ഷൻ ഡി ഇവയല്ല. പിള്ളേരെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. കർസാപ്പ് ഞാൻ പഠിപ്പിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കർസാപ്പ് പഠിപ്പിച്ചില്ലേടാ? കർസാപ്പ് പഠിപ്പിച്ചതല്ലേ? ഓക്കെ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ. രക്തം ഏത് തരത്തിലുള്ള കലയെന്നാണ് ചോദ്യം. രക്തം ഏത് തരത്തിലുള്ള കലയാണ്? അവിടെ ഓപ്ഷൻ ബി യോജക കലയാണല്ലേ? ഓപ്ഷൻ ബി യോജക, കണക്റ്റീവ് ടിഷ്യൂ ആണ്. രക്തം കണക്റ്റീവ് ടിഷ്യൂ ആണ്. അടുത്ത ഏത് സംസ്ഥാനത്താണ് വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത്? അപ്പിക്കോ കർണാടകയിൽ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. വേനൽക്കാലത്ത് സോഡ നിറയുമ്പോൾ കുപ്പികൾ പെട്ടെന്ന് പൊട്ടുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? സോഡ നിറച്ച കുപ്പികൾ പെട്ടെന്ന് പൊട്ടുന്നു. ഓക്കെ. ഏതാണ്? അപ്പോൾ ഓപ്ഷൻ ബി ചാൾസ് നിയമമാണ് ആൻസർ അല്ലേ? ശരി. അടുത്ത് മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പരീക്ഷണങ്ങളോട് കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ സി ഹെൻറി മോസ്ലി ആണല്ലേ? അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് കണ്ടെത്തിയ ആരാണ്? ഹെൻറി. സാഹുലെ മൈക്കോണാണേ. സോറി സർ. കുഴപ്പമില്ല. ഹെൻറി മോസ്ലി. നമ്മള് SCERT റിവിഷൻ ഇപ്പൊ ഏതാ ലാസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നത്? 2 ദിവസം ആയത് എടുത്തിട്ട്. ഏതാണത് ലാസ്റ്റ് എടുത്തത്? ഫിസിക്സ് അല്ലേ? ഫിസിക്സിൽ നമ്മള് ഏതാ എടുത്തോണ്ടിരുന്നേ? പ്രകാശത്തിന്റെ അത് എടുത്തായിരുന്നോ? മറ്റേ വർണ്ണങ്ങളൊക്കെ വരുന്നേ, അത് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഏതായാലും സ്റ്റാർട്ട് ചെയ്തോ? ഇല്ലല്ലോ. പാർലമെന്റിന്റെ അത് എടുത്തോണ്ടിരിക്കുന്നല്ലേ? ഒന്നാം വായന മാത്രമേ പറഞ്ഞോളാം. 2ാം വായന 3ാം വായന എന്നും പറഞ്ഞില്ലേ? ഓക്കെ. നമുക്ക് അതവിടെ നിൽക്കട്ടെ. നമുക്ക് നാളെ നമുക്ക് മറ്റേ വാതക നിയമമാണ് ചാപ്റ്റർ എടുക്കാം. നമുക്ക്. ഓക്കെ. ശരി. യൂണിവേഴ്സിറ്റി LGSന്റെ കേസൊക്കെ മാറും. നിങ്ങളത് PSC കോണ്ടാക്ട് ചെയ്യണം. നമ്മളല്ലേ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിന് നമുക്കിപ്പം റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്കോ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാർക്കോ ഒന്നും വലിയ റോളൊന്നുമില്ല. അവിടെ PSC ആണ് മറുപടി കൊടുക്കേണ്ടത്. ഇപ്പൊ കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് പോണ സമയത്ത് കോടതി അപ്പൊ തന്നെ ലിസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യും. അപ്പൊ PSC വക്കീല് പോയിട്ട് ഇന്ന കാര്യം കൊണ്ടാണ് അവര് ഡിഗ്രിക്കാരെ ഉൾപ്പെടുത്താത്തത്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഓർഡർ ഉണ്ട് എന്നും പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് മാറും. ഓക്കെ, അത് മാറും കേട്ടോ. ശരി. അടുത്ത് ചേരുംപടി ചേർത്തോ. ചെണ്ടയുടെ ഡയഫ്രം, കറങ്ങുന്ന കസേര, ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം, വീണയുടെ കമ്പി. ഇതിന്റെയൊക്കെ ചലനവും മറ്റുമൊക്കെയാണ് പറയുന്നത്. കണ്ടുപിടിക്കുക. കുറച്ചുകൂടി സ്ക്രീൻ മുകളിലോട്ടാക്കാവോ? ഡി ഓപ്ഷൻ കാണാൻ വയ്യ. ശ്രദ്ധിച്ച് ചെയ്യുക. എ ആണോ? വളരെ ഇത് സി ആണ് ആൻസർ വേണം കേട്ടോ. അതായത് സി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെണ്ടയുടെ ഡയഫ്രം വരുന്നത് ഏതാണ് കുട്ടികളെ? നമ്മുടെ ദോലനമാണ്. അതായത് എ എന്ന് പറഞ്ഞാൽ 4 ആണ് വരുന്നത്. അടുത്ത് കറങ്ങുന്ന കസേര എന്ന് പറഞ്ഞാൽ എന്താണ്? കറങ്ങുന്ന കസേര ഭ്രമണമാണ്. ഓക്കെ. അപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് വരും? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 വരും. അടുത്ത് സി, അതായത് ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം, സി, അത് വർത്തുള ചലനം, ഓക്കെ, 2 വരും. അതുപോലെ തന്നെ വീണയുടെ കമ്പി കമ്പനം, ഓക്കെ, വീണയുടെ കമ്പി കമ്പനം, ഓക്കെ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാ വരുന്നത്? 1 വരും, ഓക്കെ. അപ്പോൾ ഓപ്ഷൻ സി വരും ആൻസർ, ഓപ്ഷൻ സി, ഓക്കെ. അടുത്ത്, പണ്ട് മരുഭൂമികളിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? നക്ഷത്രഗണമൊക്കെ നമ്മൾ എസ് പറയുന്നതാണ്, എസ് എന്നുള്ള ഒരു ചോദ്യമാണ്. നക്ഷത്രഗണം ഏതാ? പിള്ളേരെ വേട്ടക്കാരനാണല്ലേ, വേട്ടക്കാരൻ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ട് നമ്മൾ രാത്രി നോക്കിയൊക്കെ ഓർക്കണുണ്ടോ നിങ്ങള്? നമ്മൾ സ്കൂളിൽ പഠിക്കും ഈ സാധനം. സ്കൂളിൽ പഠിച്ചിട്ട് നമ്മൾ രാത്രി നോക്കി നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാ? കുറച്ചു നേരം കടുത്ത് നോക്കുമ്പോൾ കടുത്ത് നോക്കുമ്പോൾ നമ്മൾ കളഞ്ഞിട്ട് പോകും അല്ലേ? നമുക്ക് എല്ലാം ഒരുപോലെയൊക്കെ തോന്നും. നമ്മൾ ഈ വേട്ടക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു വേട്ടക്കാരൻ വല്ല അമ്പും വെല്ലും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലായിരിക്കും ഇത് സംഭവം. ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മൾ മറ്റേ കാണുമ്പോൾ ഒരു ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇരിക്കും. നിങ്ങൾ ശിക്കാരി ശമ്പൂന്റെ പ്രതീക്ഷയല്ലേ? ഇവരെ കൊമ്പ മീശയൊക്കെ ആയിട്ട് കുറച്ച് നക്ഷത്രം കൂട്ടുകൂടിക്കുമെന്ന് വിചാരിച്ചാ. ഞാനും അങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചിട്ടുള്ളത്. വേട്ടക്കാരനെ എപ്പ കാണാന്ന് പറഞ്ഞുകൊണ്ട് പോയി നോക്കി, ഞാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് അത് ഓർമ്മ കൊണ്ട് ഞാൻ പറഞ്ഞത്. അടുത്ത, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം പറ. ഓപ്ഷൻ എ 0. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം വളരെ ഓപ്ഷൻ എ 0 ഓപ്ഷൻ എ 0. ശരിയായ പ്രസ്താവന ഏതെല്ലാം? പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവനയാണ് ചവിട്ട് നാടകം. ആദ്യത്തെ ചവിട്ട് നാടകമായ കാറൽമാൽ ചരിതം രചിച്ചത് വറീച്ച നണ്ണാവിയാണ്. സംസ്കൃതം കലർന്ന ഭാഷ ഉപയോഗിക്കുന്ന കേരളീയ കലാരൂപമാണ് ചവിട്ട് നാടകം. അതുപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗമായ ലത്തീൻ കത്തോലിക്കക്കാർക്കിടയിലാണ് ചവിട്ടാടകം പ്രചാരത്തിലുള്ളത്. ഓക്കെ, ശരിയായ പ്രസ്താവനയെ ചോദിക്കുന്നത്. ഇല്ല പിള്ളേരെ, അത് ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1, 2, 4 1, 2, 4 കേട്ടോ. 1, 2, 4 ഓക്കെ. 1, 2, 4 ആൻസർ വരുന്നത്. ഓക്കെ, ശരി. പെട്ടെന്ന് 2 ദിവസം കൂടെ ഉള്ളൂ, നമുക്ക് തിരിച്ചു പോവാം. സാഹിത്യകാരനെ തിരിച്ചറിയുക. മലയാള സാഹിത്യത്തിൽ ഭാവഗീത പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി പരസ്യ ദീപം എന്ന പേരിൽ വിവർത്തനം ചെയ്തു. വിലാപകാവ്യം കണ്ണീർ തുള്ളി ആരാണ്? അപ്പോൾ വിലാപകാവ്യം കണ്ണീർ തുള്ളി, അതിൽ വെച്ച് പലർക്കിട്ടേ കാണും. ഒരുപാട് തവണ പേജ് ചോദിച്ചിട്ടുണ്ട്. വിലാപകാവ്യം കണ്ണീർ തുള്ളി ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോനാണ് കേട്ടോ. നാലപ്പാട്ട് നാരായണ മേനോനാണ് ആൻസർ. നാലപ്പാട്ട് നാരായണ മേനോനാണ് ആൻസർ കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്ന ചിത്രം ആരുടെ ജീവിതം പ്രമേയമാക്കിയുള്ളതാണ്? അതിജീവനത്തിന്റെ കനൽ വഴികൾ ആരുടെ ജീവിതമാണ് കുട്ടികളെ? AKG ആയില്യത്തെ കുറ്റ്യാരി ഗോപാലൻ എന്ന AKGയുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് അതിജീവനത്തിന്റെ കനൽ വഴികൾ. ഓക്കെ.